PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC LGS 2024 എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കാലത്ത് 10 മണിക്കാണ് GK പോർഷൻസ്. ദെൻ ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം, അങ്ങനെയാണ്. വീക്കിലി നമ്മൾ ഒരു ദിവസം റിവിഷനും കൂടെ ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച രാത്രി 8 മണിക്ക് തിങ്കൾ മുതൽ ശനി വരെ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച രാത്രി 8 മണിക്ക് ലൈവായിട്ട് റിവിഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നവരാണെങ്കിൽ പരീക്ഷയ്ക്ക് മുന്നേ നല്ലൊരു രീതിയിൽ നിങ്ങളുടെ പഠനം കൊണ്ടുപോകാനായിട്ട് പറ്റും സിലബസ് അനുസരിച്ച്. ഓക്കെ, അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കാണാം. പിന്നെ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട്. മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ സബ്ജക്റ്റ് തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കാനായിട്ട്, ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. പിന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കാം. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ. കാരണം മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും അതുപോലെ ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ PDF എല്ലാം നമ്മൾ ടെലിഗ്രാം വഴിയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ആരും മറക്കരുതേ. ഓക്കെ, അപ്പോൾ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വയ്ക്കാൻ ഞാൻ പറയുന്നുണ്ട്. എപ്പോഴും പറയുന്നതാ, ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ നോട്ട് എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്. കഴിഞ്ഞ ദിവസം ടൈപ്സ് ഓഫ് സെൻറ്റൻസ് പഠിച്ചു അല്ലേ? അപ്പോൾ അത് പഠിച്ചിട്ട് വേണം ഇതിലോട്ട് വരാൻ കേട്ടോ. അവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടെയും ആവശ്യമായിട്ടുണ്ട്. സോ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് വൃത്തിയായിട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇന്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാതെ എഴുതുമൊന്നും വേണ്ട അല്ലേ? 4 ഓപ്ഷനിൽ നിന്ന് നമുക്കത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനുള്ള ടിപ്സൊക്കെയാണ് നമ്മൾ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുവാണേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ട്രാൻസ്ഫോം ദ ഗിവൺ സെൻറ്റൻസ് ഇൻ ടു സിമ്പിൾ. തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, അതിനെ നമുക്ക് സിമ്പിൾ ആക്കി മാറ്റണം. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്തിലാന്ന് നമുക്ക് നോക്കാം ആദ്യം. ഷീ സെഡ് ദാറ്റ് ഷി വാസ് കമ്മിങ്. അപ്പോൾ ഇവിടെ ദാറ്റ് വെച്ചിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ? ഷീ സെഡ് ദാറ്റ് ഷി വാസ് കമ്മിങ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ഒരു കംപ്ലീറ്റ് മീനിങ് തരുന്ന ഒരു മെയിൻ ക്ലോസ്. ഷീ സെഡ്, അവൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം തരുന്ന ഒരു മെയിൻ ക്ലോസ് ആണ് അല്ലേ? പിന്നെ ദാറ്റ് ഷീ വാസ് കമ്മിങ് എന്ന് പറയുന്നത് ഒരു എന്താണ്, അത് കംപ്ലീറ്റ് ആയിട്ട് അർത്ഥം തരാത്ത ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സബോർഡിനേറ്റ് കൺജങ്ഷനും ഉണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിന് എന്താ പറയുക? ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസുമുള്ള സെൻറ്റൻസുകളെ നമ്മൾ കോംപ്ലെക്സ് സെൻറ്റൻസ് എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താ? ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് കോംപ്ലെക്സ് സെൻറ്റൻസാണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? സിമ്പിളിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കാണാതെ എഴുതി മാറ്റി വയ്ക്കുമൊന്നും വേണ്ട. നമുക്ക് 4 ഓപ്ഷൻസിൽ നിന്നും സിമ്പിൾ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്താണെന്ന് പഠിച്ചു. എന്താണ്? ഒരു മെയിൻ ക്ലോസ് മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ? ഒരു മെയിൻ ക്ലോസ് മാത്രമായിരിക്കണം, അതിന് പൂർണ്ണമായ അർത്ഥം ഉണ്ടായിരിക്കണം. അതാണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഷീ വിൽ കം ടുഡേ. അപ്പോൾ ഈ വില്ല് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ കളയാം. എന്തുകൊണ്ടാണ്? ഇവിടെ ഷീ സെഡ് ആണ്, അവൾ പറഞ്ഞു എന്നാണ്. ഇത് വിൽ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസാണ്. അപ്പോൾ അത് പറ്റത്തില്ല അല്ലേ? അപ്പോൾ അത് നമുക്ക് അവിടെ കട്ട് ചെയ്ത് കളയാം. പിന്നെ നോക്കിക്കേ, ഷീ ഈസ് കമ്മിങ്. ഷീ ഈസ് കമ്മിങ് നമുക്ക് കളയാം. എന്തുകൊണ്ടാണ്? ഇവിടെ ഷീ സെഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ ഇല്ല. ഇതേ അർത്ഥം വരികയും വേണം അല്ലേ? നമ്മൾ ഏത് സെൻറ്റൻസിലോട്ട് മാറ്റിയാലും അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഷീ സെഡ് എന്ന് പറയുന്ന, അവൾ പറഞ്ഞു എന്ന് പറയുന്ന അർത്ഥം തരുന്ന ഒന്നുമില്ല. ഷീ ഈസ് കമ്മിങ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 സെൻറ്റൻസും അല്ല, നമുക്കത് കട്ട് ചെയ്ത് കളയാം. അടുത്തത്, ഷീ ടോൾഡ് ഓഫ് ഹെർ കമ്മിങ്. ഇവിടെ ഷീ ടോൾഡ് ദാറ്റ് ഷീ വാസ് കമ്മിങ്. 2 എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഷീ ടോൾഡ്, അവൾ പറഞ്ഞു അല്ലേ? ഷീ സെഡ് എന്ന് പറയുന്ന മീനിങ് പോലെ തന്നെ ഷീ ടോൾഡ് 2 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് നമ്മൾ എടുക്കും? ഇവിടെ നോക്കിക്കേ, ഷീ ടോൾഡ് ദാറ്റ് ഷീ വാസ് കമ്മിങ്. ഈ ദാറ്റ് ഷീ വാസ് കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ അതേ മീനിങ് തന്നെയല്ലേ? ഒരു മെയിൻ ക്ലോസ് ഉണ്ട്, ഇവിടെ ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്, കണക്ട് ചെയ്തുകൊണ്ട് ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെന്തായി? ഇത് കോംപ്ലെക്സ് ആയി അല്ലേ? ദാറ്റ് ഉണ്ട്, നമ്മൾ പറഞ്ഞു കോംപ്ലെക്സ് സെൻറ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നാലാണ് കോംപ്ലെക്സ് ആവുക? ദാറ്റ്, വെൻ, വൈ, വേർ, വിച്ച്, ആസ് ദോ, വേറെവർ, ആസ് സൂൺ ആസ്, സിൻസ്, ഈഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലെക്സ് സെൻറ്റൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ദാറ്റ് ഉണ്ട്, ദാറ്റ് വന്നതുകൊണ്ട് ഇത് കോംപ്ലെക്സ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് വരുമോ? ഇല്ല, നമുക്ക് സിമ്പിൾ സെൻറ്റൻസാണ് വേണ്ടത്. അപ്പോൾ ഇത് 3 അല്ലെങ്കിൽ പിന്നെ ഏതാ? ഉത്തരം ഓപ്ഷൻ സി ആയിരിക്കും. ഷീ ടോൾഡ് ഓഫ് ഹെർ കമ്മിങ്.
മനസ്സിലായോ? അപ്പോൾ നമുക്കിങ്ങനെ ഓഡ് വൺ ഔട്ട് എടുത്തിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ് ഈ ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരുന്നു. നമ്മൾ സിമ്പിൾ സെൻറ്റൻസിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? കണ്ടുപിടിച്ചില്ലേ ഈസി ആയിട്ട്? ഇനി അടുത്തത് നമുക്ക് നോക്കാം. റീറൈറ്റ് ദ ഫോളോയിങ് സിമ്പിൾ സെൻറ്റൻസ് ആസ് എ കോമ്പൗണ്ട് സെൻറ്റൻസ്. തന്നിട്ടുള്ളത് സിമ്പിൾ സെൻറ്റൻസാണ്, അതിന് നമുക്ക് എന്ത് ചെയ്യണം? കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കി മാറ്റണം. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മെയിൻ ക്ലോസ് മാത്രമാണെങ്കിൽ അതിന് സിമ്പിൾ സെൻറ്റൻസ്. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് മെയിൻ ക്ലോസ് അല്ലേ? മെയിൻ ക്ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കാം, പക്ഷെ മെയിൻ ക്ലോസ് മാത്രമേ പാടുള്ളൂ. പൂർണ്ണമായ അർത്ഥം തരുന്ന മെയിൻ ക്ലോസുകൾ മാത്രം ഉള്ളതാണെങ്കിൽ അതിനെ നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയാം. പിന്നെ നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, രണ്ട് മെയിൻ ക്ലോസ് മാത്രം പോരാ, ആ രണ്ട് മെയിൻ ക്ലോസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വേണം. എന്താണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ? ആൻഡ്, ബോത്ത് ആൻഡ്, ആസ് വെൽ ആസ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, സ്റ്റിൽ, ബട്ട്, ഓൺലി, എയ്തർ ഓർ, നെയ്തർ നോർ, എൽസ്, ദെർഫോർ, കോൺസിക്വൻ്റ്ലി, ഹെൻസ്, ഇങ്ങനെ തുടങ്ങുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കൺജങ്ഷൻസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ, നമുക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ തന്നിട്ടുള്ളതിൽ വിഷ്വലൈസിങ് എ ഡേഞ്ചർ അഹെഡ് ദ ട്രാവലർ ബിക്കെയിം കോഷ്യസ്, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സിമ്പിൾ സെൻറ്റൻസ്. ഇനി ഇതിൻ്റെ കോമ്പൗണ്ട് സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഇവിടെ കോർഡിനേറ്റിംഗ് കൺജങ്ഷനുള്ള ഏതെങ്കിലും ഉണ്ടോ? വെൻ എ ഡേഞ്ചർ സീൻ അഹെഡ് ദ ട്രാവലർ ബിക്കെയിം കോഷ്യസ്, അവിടെ ഒന്നുമില്ല അല്ലേ? ദ ട്രാവലർ ബിക്കെയിം കോഷ്യസ് വെൻ ഹി വിഷ്വലൈസ്ഡ് എ ഡേഞ്ചർ എന്ന് തന്നിട്ടുണ്ട്. ഈ വെൻ എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് സെൻറ്റൻസിൽ വരുന്നതാണ് അല്ലേ? വെൻ എന്ന് പറയുന്നത് എന്താണ്? സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. നമ്മൾ പഠിച്ചില്ലേ, കോംപ്ലക്സ് സെൻറ്റൻസിലാണെങ്കിലാണ് വെന്ന്, വാട്ടൊക്കെ വരിക. അപ്പോൾ ഇത് കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ ക്യാരക്ടർ ആയതുകൊണ്ട് ഇത് വരത്തില്ല. അപ്പോൾ ഇതുമില്ല, ഇതുമില്ല. ഇനി അടുത്ത നോക്കിക്കേ, ദ ട്രാവലർ വിഷ്വലൈസ്ഡ് എ ഡേഞ്ചർ അഹെഡ് ആൻഡ് ഹി ബിക്കെയിം കോഷ്യസ്. ഇവിടെ ആൻഡ് വന്നിട്ടുണ്ട്. ആൻഡ് എന്താണ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. രണ്ട് കോമ്പൗണ്ട്, രണ്ട് മെയിൻ ക്ലോസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആൻഡ് യൂസ് ചെയ്യാം അല്ലേ? അപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെ ക്യാരക്ടറാണ് ആൻഡ് വരുന്നത്. അടുത്ത നോക്കിക്കേ, ദ ട്രാവലർ കോഷ്യസ് എ ഡേഞ്ചർ അഹെഡ് ആൻഡ് ഹി വിഷ്വലൈസ്ഡ്. അപ്പോൾ രണ്ടിടത്തും ആൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതോ ഒന്നാണ് നമ്മുടെ കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇനി ഇതിൽ ഏതാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇവിടെ നോക്കുക, സെൻറ്റൻസ് വിഷ്വലൈസിങ് എ ഡേഞ്ചർ അഹെഡ് എന്നാണ്. അപ്പോൾ വിഷ്വലൈസിങ് എ ഡേഞ്ചർ അഹെഡ്, ഇതുപോലെ തന്നെ വരുന്ന സെൻറ്റൻസ് നോക്കാം. ദ ട്രാവലർ വിഷ്വലൈസ്ഡ് എ ഡേഞ്ചർ അഹെഡ്. ഇവിടെയാണെങ്കിലോ ദ ട്രാവലർ കോഷ്യസ് എ ഡേഞ്ചർ അഹെഡ് എന്നാ. അപ്പോൾ ഇത് തെറ്റല്ലേ? ആണ്. കോഷ്യസ് അല്ല, വിഷ്വലൈസ്ഡ് എന്നാണ് വരേണ്ടത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. മനസ്സിലായോ? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് കിട്ടും. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് മെയിൻ ക്ലോസ് വേണം, അതിനെ കണക്ട് ചെയ്യാനായിട്ട് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷനും വേണം. ഇവിടെ എന്താ? ദ ട്രാവലർ വിഷ്വലൈസ്ഡ് എ ഡേഞ്ചർ അഹെഡ് ഒരു മെയിൻ ക്ലോസ് ആണ്. ഹി ബിക്കെയിം കോഷ്യസ് അടുത്തൊരു മെയിൻ ക്ലോസ് ആണ്. അതിനെ കണക്ട് ചെയ്ത് ആൻഡ് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷനും ഉണ്ട്. ക്ലിയർ ആണല്ലോ? കോമ്പൗണ്ട് സെൻറ്റൻസ് ഈസി ആയിട്ട് നമുക്ക് ഓഡ് മാൻ ഔട്ട് എടുത്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം. റീറൈറ്റ് ദ ഫോളോയിങ് സിമ്പിൾ സെൻറ്റൻസ് ആസ് എ കോംപ്ലക്സ് സെൻറ്റൻസ്. സിമ്പിൾ സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റണം. എങ്ങനെയാണ് നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എ മാൻ ഫെയർ ഇൻ ഹിസ് ഡീലിങ്സ് ഈസ് ഓൾവേസ് ട്രസ്റ്റഡ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സിമ്പിൾ സെൻറ്റൻസ്. ഇനി കോംപ്ലക്സ് സെൻറ്റൻസ്. കോംപ്ലക്സ് സെൻറ്റൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും, കൂടെ ഒന്നിൽ കൂടുതൽ, ഒന്നോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കും. ഈ സബോർഡിനേറ്റ് ക്ലോസിനെയും മെയിൻ ക്ലോസിനെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി എന്തുണ്ടായിരിക്കും? സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉണ്ടായിരിക്കും അല്ലേ? അതെന്താണ്? ദാറ്റ്, വെന്, ഹൂ, വൈ, വേർ, വിച്ച്, അങ്ങനെയുള്ള സബോർഡിനേറ്റ് കൺജങ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇവിടെ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മതി. ആദ്യത്തേത് നോക്കാം. എ മാൻ ഈസ് ഫെയർ ഇൻ ഹിസ് ഡീലിങ്സ് യെറ്റ് ഹി ഈസ് ഓൾവേസ് ട്രസ്റ്റഡ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ കാണുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? ഇതിൽ നിന്നും ഇതല്ല. ഓക്കെ, അടുത്തത് എ മാൻ ഹൂ ഈസ് ഫെയർ ഇൻ ഹിസ് ഡീലിങ്സ് ഈസ് ഓൾവേസ് ട്രസ്റ്റഡ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഹൂ എന്ന് പറയുന്ന ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉണ്ട് അല്ലേ? എ മാൻ ഹു ഈസ് ഫെയർ ഇൻ ഹിസ് ഡീലിങ്സ് ഈസ് ഓൾവേസ് ട്രസ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഹൂ എന്ന് പറയുന്നത് കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാം? ഇത് നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കാം. കോംപ്ലക്സ് സെൻറ്റൻസിലാണ് എന്ത് വരുന്നത്? ഹൂ, വാട്ട്, വൈ, വിച്ച്, വെൻ, ദാറ്റ് അല്ലേ? ആസ്, സിൻസ്, ആസ് സൂൺ ആസ്, ഇതൊക്കെ വരുന്നത്, ഈഫ്, ഇതൊക്കെ വരുന്നത് എവിടെയാണ്? കോംപ്ലക്സ് സെൻറ്റൻസിലാണ്. അപ്പോൾ ഹൂ വന്നതുകൊണ്ട് നമുക്ക് ഈ സെൻറ്റൻസ് എന്തായിട്ട് എടുക്കാം? കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് എടുക്കാം. ബാക്കിയുള്ളത് നോക്കിക്കേ. എ മാൻ ഈസ് ഫെയർ ഇൻ ഹിസ് ഡീലിങ്സ് ദെർഫോർ ഹി ഈസ് ഓൾവേസ് ട്രസ്റ്റഡ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇത് വരുമോ? ഇല്ല. കാരണം ദെർഫോർ എന്ന് പറയുന്നത് എന്തിൻ്റെയാ?
കോമ്പൗണ്ട് സെന്റൻസിൽ വരുന്നതാണ്. ഓക്കെ, ദെയർഫോർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് സെന്റൻസിൽ വരുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഇനി ഇൻസ്പൈറ്റ് ഓഫ് എ മാൻസ് ഫെയർ ഡീലിംഗ്സ് ഹി ഈസ് ഓൾവേസ് ബി ട്രസ്റ്റഡ്. അപ്പോൾ ഇതും അല്ല. അപ്പോൾ ഹൂ എന്ന് പറയുന്നത് മാത്രമാണ് ഇവിടെ കോംപ്ലക്സ് സെന്റൻസിൽ വരുന്ന സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് എത്താൻ പറ്റും. മനസ്സിലായോ? യെസ്. അടുത്തത് കഴിഞ്ഞ ക്ലാസ് കണ്ടവർ കാണട്ടെ, ഇത് മനസ്സിലാവുക. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണണം. ഓക്കെ, അടുത്തത് യു കാനോട്ട് സക്സീഡ് വിത്തൗട്ട് വർക്കിംഗ് ഹാർഡ്. എന്താണ് ഇതിനെ നമുക്ക് ട്രാൻസ്ഫോം ദിസ് സെന്റൻസ് ഇൻ ടു എ കോംപ്ലക്സ് സെന്റൻസ്. തന്നിട്ടുള്ളതിനെ നമുക്ക് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കിയിട്ട് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് സെന്റൻസ് എന്താണ്, ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും, പിന്നെ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടായിരിക്കും, അതിനെ കണക്ട് ചെയ്ത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം ഏതെങ്കിലും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉണ്ടോ എന്നുള്ളത്. ഇവിടെ എന്താണുള്ളത്, അൺലെസ് എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് അല്ലേ. അപ്പോൾ അൺലെസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് സെന്റൻസിൽ വരുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. പിന്നെ നോക്കിക്കേ, ഇവിടെ ഈഫ് ഉണ്ട്. ഈഫ് എന്ന് പറയുന്നതും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. ഇനി ഇവിടെയോ യു വർക്ക് ഹാർഡ് ആൻഡ് യു ക്യാൻ സക്സീഡ്. ഇവിടെ ആൻഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഓർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ആൻഡും ഓറൊക്കെ എവിടെയാണ് വരിക, ഇത് രണ്ടും കോമ്പൗണ്ട് സെന്റൻസ് ആണ് അല്ലേ. കോമ്പൗണ്ട് സെന്റൻസിലാണ് ആൻഡ് ഓർ പോലുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വരിക. അപ്പോൾ ഇത് രണ്ടും അല്ല. അപ്പോൾ അൺലെസ് അല്ലെങ്കിൽ ഈഫ് ഇതിലേതോ ഒന്നാണ് കോംപ്ലക്സ് സെന്റൻസ്. ഇനി ഇതിലേതാ ശരിയെന്ന് നമ്മൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇത് വായിച്ചു നോക്കൂ. ഇഫ് യു വർക്ക് ഹാർഡ് യു കാനോട്ട് സക്സീഡ്. നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നീ സക്സസ് ആവില്ല എന്നാണ് പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവില്ലേ? ആവും. അപ്പോൾ ഇതിൻ്റെ മീനിങ് ലോജിക്കലി നോക്കുമ്പോൾ എന്താ, അത് തെറ്റാണ് അല്ലേ. അപ്പോൾ ഇതല്ല. പിന്നെ നമ്മുടെ ആൻസർ ഏത് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അൺലെസ് യു വർക്ക് ഹാർഡ് യു കാനോട്ട് സക്സീഡ്. ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിയത് കണ്ടോ. അപ്പോൾ കോംപ്ലക്സ് സെന്റൻസ് എന്താണെന്നും അതിൻ്റെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, ട്രാൻസ്ഫോം ദ ഗിവൺ സെന്റൻസ് ഇൻ ടു കോംപ്ലക്സ്. തന്നിരിക്കുന്ന സെന്റൻസിനെ നമുക്ക് കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റണം. അപ്പോൾ തന്നിരിക്കുന്നത് നോക്കിക്കേ, ലിസൺ ആൻഡ് ഐ വിൽ ടെൽ യു ഓൾ. തന്നിരിക്കുന്നത് എന്ത് സെന്റൻസ് ആണ്, ഇത് കോമ്പൗണ്ട് സെന്റൻസ് ആണ് അല്ലേ. കാരണം ആൻഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലിസൺ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം തരുന്നുണ്ട് അല്ലേ, കേൾക്കൂ എന്ന് പറയുന്നത്. ദെൻ ഐ വിൽ ടെൽ യു ഓൾ, ഞാൻ എല്ലാവരോടും പറയാം. അതും കംപ്ലീറ്റ് മീനിങ് തരുന്ന രണ്ട് സെന്റൻസ്, മെയിൻ ക്ലോസുകൾ രണ്ടെണ്ണം ഉണ്ട്, ആൻഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇത് കോമ്പൗണ്ട് സെന്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെ കോംപ്ലക്സിലോട്ട് മാറ്റണം. അപ്പോൾ കോംപ്ലക്സിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ ഇഫ് യു ലിസൺ ഐ വിൽ ടെൽ യു ഓൾ, ഇവിടെ ഈഫ് ഉണ്ട്. ഈഫ് എന്താ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് അല്ലേ, കോംപ്ലക്സ് സെന്റൻസിൽ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം, പരിഗണിക്കാം. ഇനി ലിസൺ കെയർഫുള്ളി ടു നോ ഓൾ, അതെന്താണ്, അവിടെ പ്രത്യേകിച്ച് മെയിൻ ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് ഒന്നുമില്ല അല്ലേ. കോംപ്ലക്സ് സെന്റൻസ് ആയിക്കഴിഞ്ഞാൽ മെയിൻ ക്ലോസും വേണം സബോർഡിനേറ്റ് ക്ലോസും വേണം. അപ്പോൾ ഇത് പറ്റത്തില്ല. അടുത്തത് ഇഫ് യു ലിസൺ ടു മീ ഐ വിൽ ടെൽ യു എവറിത്തിങ്. ഇവിടെ ഈഫ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതും ഒന്ന് പരിഗണിക്കാം. ലിസൺ ആൻഡ് നോ ഓൾ, ഇവിടെ ആൻഡ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് മെയിൻ ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് ഒന്നുമില്ല. അപ്പോൾ ഇതും വരത്തില്ല. ഇനി ഇതിൽ രണ്ടിലും ഏതോ ഒന്നാണ് വരിക. ഇഫ് യു ലിസൺ ഐ വിൽ ടെൽ യു ഓൾ എന്നുമുണ്ട്. ഇഫ് യു ലിസൺ ടു മീ ഐ വിൽ ടെൽ യു എവറിത്തിങ് എന്നുണ്ട്. ഇവിടെ നോക്കിക്കാം, നമ്മുടെ സെന്റൻസിൽ ലിസൺ ആൻഡ് ഐ വിൽ ടെൽ യു ഓൾ എന്നേ ഉള്ളൂ. ലിസൺ ടു മീ എന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ലിസൺ ടു മീയുടെ ആവശ്യമില്ല. സോ സി അല്ല. പിന്നെ നമ്മുടെ ആൻസർ എന്തേ ഉള്ളൂ, ഇഫ് യു ലിസൺ ഐ വിൽ ടെൽ യു ഓൾ എന്ന് പറയുന്ന ആൻസർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സെലക്റ്റീവായിട്ട് ഓരോ സെൻറ്റൻസ് വെച്ച് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്തത്, ട്രാൻസ്ഫോം ദ ഗിവൺ സെൻറ്റൻസ് ഇൻ ടു എ കോംപ്ലക്സ് സെൻറ്റൻസ്. കോംപ്ലക്സ് സെൻറ്റൻസിലോട്ട് മാറ്റാനാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഹെർ ലുക്സ് പ്രൊക്ലെയിം ഹെർ ഇന്നസെൻസ് എന്നാണ് തന്നിട്ടുള്ളത്. ഹെർ ലുക്സ് പ്രൊക്ലെയിം ഹെർ ഇന്നസെൻസ്. അപ്പോൾ ഇതിനെ നമുക്ക് കോംപ്ലക്സിലോട്ട് മാറ്റണം. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും, ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവും, ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. പിന്നെ എന്താണ്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ഹെർ ഇന്നസെൻസ് ഈസ് സീൻ ഇൻ ഹെർ ലുക്സ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു മെയിൻ ക്ലോസോ സബോർഡിനേറ്റ് ക്ലോസോ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനോ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതല്ല. അടുത്തത്, ഷീ ഈസ് ഇന്നസെൻറ്റ് ഹെർ ലുക്സ് പ്രൊക്ലെയിം. ഇവിടെയും അതുപോലെ തന്നെ ഷീ ഈസ് ഇന്നസെൻറ്റ് ഹെർ ലുക്സ് പ്രൊക്ലെയിം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതല്ല എന്ന് അല്ലേ. അടുത്തത്, ഹെർ ലുക്സ് പ്രൊക്ലെയിം ദാറ്റ് ഷീ ഈസ് ഇന്നസെൻറ്റ്. നോക്കിക്കേ, ഇവിടെ ദാറ്റ് വന്നു.
ദാറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് സെൻറ്റൻസിൽ വരുന്നതാണ് അല്ലേ? നമ്മൾ പറഞ്ഞു ദാറ്റ്, വാട്ട്, വിച്ച്, വൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് വരിക? കോംപ്ലക്സ് സെൻറ്റൻസിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടി. ഓപ്ഷൻ സി ആണ്. അടുത്ത ജസ്റ്റ് നോക്കിക്കോളൂ. ഷീ ഈസ് ഇന്നസെന്റ് പ്രൊക്ലെയിംസ് ഹെർ ലുക്സ്. അവിടെയും എന്തില്ല? ഈ പറയുന്ന മെയിൻ ക്ലോസ്, സബ് ക്ലോസ്, സബോർഡിനേറ്റിംഗ് ക്ലോസ്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷനും ഒന്നുമില്ല. ഇവിടെ ദാറ്റ് വെച്ച് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഹെർ ലുക്സ് പ്രൊക്ലെയിം ദാറ്റ് ഷീ ഈസ് ഇന്നസെന്റ് എന്ന് പറയുന്നത് നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ പെട്ടെന്ന് കിട്ടിയില്ലേ? അടുത്തത് നോക്കാം. ട്രാൻസ്ഫോം ദ ഗിവൺ സെൻറ്റൻസ് ഇൻ ടു എ കോംപ്ലക്സ് സെൻറ്റൻസ്. തന്നിരിക്കുന്നതിനെ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോമ്പൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആൻഡ് ഒക്കെ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ കോമ്പൗണ്ട് അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത് കോംപ്ലക്സ് സെൻറ്റൻസിലോട്ട് മാറ്റാനാണ്. സോ കോംപ്ലക്സ് സെൻറ്റൻസിലോട്ട് മാറ്റാൻ നോക്കുക. വി ഹാവ് ഇൻഫോംഡ് ഹെർ ഓഫ് ഹെർ സക്സസ്. ഇതിന് നമുക്ക് കോംപ്ലക്സിലോട്ട് മാറ്റണം. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. കോംപ്ലക്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ? വി ഹാവ് ഇൻഫോംഡ് ഹെർ ഓഫ് ഹെർ ബീയിങ് സക്സസ്ഫുൾ. She has been informed by us of her success. We have informed her that she has succeeded. She has been informed that she has succeeded. അപ്പോൾ ഇവിടെ ദാറ്റ് വരുന്ന കോംപ്ലക്സ് സെൻറ്റൻസിലാണല്ലോ ദാറ്റ് വരിക. അപ്പോൾ ദാറ്റ് വരുന്ന രണ്ട് സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ദാറ്റ് വരുന്നതിൽ ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. വി ഹാവ് ഇൻഫോംഡ് ഹെർ ദാറ്റ്. ഇവിടെ ഷീ ഹാസ് ബീൻ ഇൻഫോംഡ് ദാറ്റ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് എങ്ങനെയാണ്? വി ഹാവ് ഇൻഫോംഡ് ഹെർ എന്നാണ് അല്ലേ. ഇവിടെ ഷീ ഹാസ് ബീൻ ഇൻഫോംഡ് എന്ന് പറയുമ്പോൾ അതിനെ തിരിച്ചാണ് പറയുന്നത്. അതായത് പാസീവ് ഫോമിലോട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പക്ഷേ നമുക്ക് എന്താണ് സെൻറ്റൻസിലോട്ട് മാറ്റുമ്പോൾ പാസീവ് ഫോമിലോട്ട് മാറാൻ പറ്റില്ല. ആ സെൻറ്റൻസിൻ്റെ അതേ രൂപത്തിൽ അതേ മീനിങ് തരുന്നതായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വി ഹാവ് ഇൻഫോംഡ് ഹെർ ദാറ്റ് ഷീ ഹാസ് സക്സീഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ ദാറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഫോർമാറ്റും കൂടെ നോക്കുക. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ അതേ ഫോർമാറ്റ് ആണോ എന്നുള്ളതും കൂടെ നോക്കിയാൽ മതി. ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ട്രാൻസ്ഫോം ദ ഗിവൺ സെൻറ്റൻസ് ഇൻ ടു എ കോമ്പൗണ്ട് സെൻറ്റൻസ്. കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. തന്നിരിക്കുന്നത് എന്താ? എവ്രി വൺ നോസ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട്. തന്നിരിക്കുന്നത് ദാറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതെന്താണ്? ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കി മാറ്റണം. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൻഡ്, ഓർ അതൊക്കെ വെച്ച് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുക. രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കണം അല്ലേ. രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കണം. രണ്ട് മെയിൻ ക്ലോസിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് ആൻഡോ ഓറോ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ആൻഡോ ഓറോ അങ്ങനെ ഏതെങ്കിലും ഉള്ളതുണ്ടോ നോക്കാം. ഇവിടെ ദാറ്റ് ആണ്. അപ്പോൾ അത് വരത്തില്ല, കാരണം ദാറ്റ് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് എടുത്ത് കളയാം. പിന്നെ ഇവിടെ ആൻഡ് വരുന്നത് ആകെ ഒരെണ്ണേ ഉള്ളൂ അല്ലേ. ദേ കിടക്കുന്നു. ദ എർത്ത് ഈസ് റൗണ്ട് ആൻഡ് എവ്രി വൺ നോസ് ഇറ്റ്. ബാക്കി എവിടെയെങ്കിലും ഉണ്ടോ ആൻഡ്? ഇല്ല. അപ്പം ആൻഡ് വരുന്ന ഒരേ ഒരെണ്ണേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസിൽ വരുന്ന ഈ പറയുന്ന എന്താണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക്, പിന്നെ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് മെയിൻ ക്ലോസ് ആണെന്നും കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് സെൻറ്റൻസിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമ്പൗണ്ട് സെൻറ്റൻസ് ആവണമെങ്കിൽ സെൻറ്റൻസിൽ എന്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. ആൻഡ്, ഓർ, ആസ് വെൽ ആസ്, അതുപോലെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. സ്റ്റില്, ബട്ട്, ഓൺലി, എയ്തർ ഓർ, നെയ്തർ നോർ, എൽസ്, ദർ ഫോർ, കോൺസിക്വൻ്റ്ലി, ഹെൻസ്, ഹവവർ, അതർവൈസ്, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിരിക്കും. ഇനി കോംപ്ലക്സ് ആണെങ്കിലോ ദാറ്റ് ഉണ്ടായിരിക്കും. പിന്നെ WH വെച്ചിട്ടുള്ളത് വെൻ, വേർ, വിച്ച്, വൈ, ഹൗ, ഈഫ്, ആസ് ഇഫ്, ആസ് ദോ, വേർ എവർ, ആസ് സൂൺ ആസ്, സിൻസ്, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷൻ വെച്ച് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും എങ്ങനെയാണ് കോമ്പൗണ്ടും കോംപ്ലക്സ് ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അന്നന്ന് എടുക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കുക, റിവിഷൻ ചെയ്യുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്